അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരിദല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നേരുള്ള വ്യക്തി നേരായ സമൂഹം തൗഹീദാണ് നിദാനം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഒമാൻ സൊഹാർ മേഖല സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എന്ന വലിയ ഒരു വിഷയത്തെ പറ്റിയാണ് പരിമിതമായ സമയത്തിനുള്ളിൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും ചർച്ച ചെയ്യാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ഏത് മരണത്തെയാണോ നമ്മൾ പേടിക്കുന്നത്, ആ മരണം ഒരാളുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ അള്ളാഹുവിന്റെ തീരുമാനിക്കപ്പെട്ട സമയത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുൻപോട്ടോ പിന്നോട്ടോ മാറാതെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഓരോരുത്തരെയായി കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. കൊറോണ എന്ന മഹാ പകർച്ചവ്യാധിയെ പേടിച്ച് മരണ ഭയത്തോടുകൂടി ആ അസുഖത്തെ പ്രതിരോധിക്കാനുള്ള സകല മാർഗങ്ങളുമായി പുറപ്പെട്ടതായിരുന്നു 184 യാത്രക്കാരുള്ള ഒരു വിമാനം. ഏത് മരണത്തെയാണോ അവര് പേടിച്ചത്, ഏത് അസുഖത്തെയാണോ അവര് ഭയപ്പെട്ടത്, അതിൽ നിന്നും രക്ഷപ്പെടാൻ മാസ്കും PP കിറ്റും ഫേസ് ഷീൽഡും കയ്യുറകളും ആവശ്യമായ സാനിറ്റൈസറും ഒക്കെ ഉപയോഗിച്ച് നാട്ടിലേക്ക് പുറപ്പെടുമ്പോ മരണത്തെ തടയാനുള്ള സകല മുൻകരുതലുകളും അസുഖത്തെ തടയാനുള്ള സകല മുൻകരുതലുകളും അവരെടുത്തിരുന്നു. പക്ഷെ കൃത്യം 7:15 കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനം അന്ന് അതേ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ പല മരണങ്ങളും നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. 7:40 ഇറങ്ങാൻ സാധ്യമാകാതായപ്പോ പിന്നീട് 7:45 നിലം തൊട്ട വിമാനം 7:38 ആകുമ്പോഴേക്കും തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്ക് വീഴുകയും ഏത് മരണത്തെയാണോ ഏത് അസുഖത്തെയാണോ അവർ പേടിച്ചത്, ആ അസുഖം ഇല്ലാതെ തന്നെ അതിൽ 18ഓളം ആളുകളെ അല്ലാഹു തആല തിരിച്ചു കൊണ്ടുപോയ കാഴ്ചയും നമ്മൾ കണ്ടു. നമ്മൾക്ക് പേടിയ മരണത്തെയല്ല,
ആ മരണം നമ്മളെ കൊണ്ടുപോകുമ്പോ നമ്മളെ കൂടെ ആരും ഉണ്ടാവുകയില്ലേ എന്ന ഭയം, എന്റെ മയ്യത്തിന്റെ തലഭാഗം ഒന്ന് പിടിക്കാൻ, എന്റെ മയ്യത്തൊന്ന് സന്തോഷത്തോടു കൂടി കുളിപ്പിക്കാൻ, എന്നെ ഒന്ന് തോളിലെടുത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ, പള്ളിയുടെ മുൻഭാഗത്ത് കൊണ്ടുവച്ച എന്റെ മയ്യത്തിന്റെ പിൻഭാഗത്തിരുന്ന് 100 കണക്കിന് ആളുകളുടെ നമസ്കാരം കിട്ടാതായി പോകുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് നമ്മൾക്ക്. പക്ഷെ പ്രിയപ്പെട്ടവരെ, മരണത്തിന് കൊണ്ടുപോകാൻ ആള് വന്നിട്ടില്ലെങ്കിലും, നമ്മളെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരാൾക്ക് പോലും അവസരം നൽകപ്പെട്ടിട്ടില്ലെങ്കിലും, എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വെറുപ്പോടെയാണ് കടന്നു വരുന്നതെങ്കിൽ, 1000 ശാപവാക്കുകളോടുകൂടി 1000കണക്കിന് മലക്കുകളുടെ ശാപം കിട്ടി അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടാനാണ് ദുനിയാവിലെ 10, 60, 75, 80 കൊല്ലം നമ്മൾ ജീവിച്ചതെങ്കിൽ, ഈ ജീവിതം കൊണ്ട് വട്ടപൂജ്യം മാത്രം സമ്പാദിച്ച വിവരദോഷികളും മൂഢന്മാരുമായ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും ഞാനും നിങ്ങളും ഉൾപ്പെടുക. അങ്ങനെ മടങ്ങുന്ന കൂട്ടത്തിൽ മക്കളാൽ വഞ്ചിക്കപ്പെടുകയും ദുനിയാവിനാൽ വഞ്ചിക്കപ്പെടുകയും ചെയ്തിട്ടാണ് മടങ്ങുന്നതെങ്കിൽ, തീർച്ചയായും കഠിനമായ ശിക്ഷകളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ വരവേൽക്കുമെന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ. ഒമാനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉപജീവനം നേടി കുടുംബത്തിന്റെ കണ്ണുനീരൊപ്പാൻ സർവ്വതും മറന്ന് ത്യാഗം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബത്തിന്റെ അധ്വാനത്തിന്റെ അപ്പുറം, മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിനപ്പുറം നമ്മൾ അനുഭവിക്കാത്ത പല സൗകര്യങ്ങളും മക്കൾക്ക് നേടിക്കൊടുക്കണം എന്ന പ്രതീക്ഷയോടെ ഓരോ മണിക്കൂറുകളും എല്ലുവെള്ളമാക്കി ചോര നീരാക്കി അധ്വാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾക്കുള്ള പ്രഥമമായ റബ്ബിന്റെ ഓർമ്മപ്പെടുത്തൽ, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം, ദുനിയാവിലല്ല. ദുനിയാവിൽ 4 ആളുകൾക്കിടയിൽ പേരെടുക്കാൻ പറ്റുന്ന ജോലി ഉണ്ടാക്കണം, തരക്കേടില്ലാത്തൊരു സാമ്പത്തിക സ്ഥിതി നേടണം, നാട്ടുകാർക്കിടയിൽ കൊട്ടാര സദൃശമായ ഒരു വീടുണ്ടാക്കണം, മറ്റാർക്കുമില്ലാത്ത രീതിയിൽ ഒരു പളവള മിന്നുന്ന വാഹനം വാങ്ങി വെക്കണം എന്നല്ല റബ്ബിന്റെ ഓർമ്മപ്പെടുത്തൽ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾക്കുള്ള പ്രഥമമായ റബ്ബിന്റെ ഉപദേശം, നിങ്ങൾ നിങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ഓട്ടത്തിനിടയിൽ സ്വയം രക്ഷപ്പെടാൻ മറന്നുപോയവരായി പോകരുത്. അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം. ആലോചിച്ചു നോക്കൂ, നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ എത്ര പിതാക്കൾക്കും മാതാക്കൾക്കും മക്കൾക്കും സാധിക്കും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്? ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ കുടിക്കുന്ന വെള്ളം, ഞാൻ ജീവിക്കുന്ന ദുനിയാവിനെ ഉപയോഗിക്കുന്ന ഓരോ നിമിഷങ്ങളും ഓരോ പണവും റബ്ബിന് ഇഷ്ടപ്പെട്ട, റബ്ബ് തൃപ്തിപ്പെട്ട രീതിയിലാണെന്ന ആത്മവിശ്വാസം എത്ര ആളുകൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി, ആ കുടുംബത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനും കുടുംബത്തെ രക്ഷപ്പെടുത്താനും എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്ന് സ്വന്തത്തോട് നമ്മൾ ചോദിച്ചു നോക്കണം. ഞാനൊരു നല്ല വാപ്പയാണോ? ഞാനൊരു നല്ല ഉമ്മയാണോ? ഞാനൊരു നല്ല വല്യുപ്പയാണോ? ഞാനൊരു നല്ല കുടുംബാംഗമാണോ? ഭാരം വഹിക്കുന്ന കഴുതയെ പോലെ ദുനിയാവിലെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും അധ്വാനിച്ച് വേർപ്പുപറ്റി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ എന്നെ കൊണ്ട് എന്റെ ആഹാരം വെളിവാക്കാൻ, എനിക്ക് റബ്ബ് നൽകിയ കുടുംബത്തെ കൊണ്ട് റബ്ബിന്റെ കോടതിയിൽ തല ഉയർത്തി നിൽക്കാൻ എനിക്ക് എന്ത് സമ്പാദിക്കാൻ സാധിച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് പലർക്കും പറയാൻ ദുനിയാവിലെ കഥകളേ ഉള്ളൂ, അല്ലേ? എന്റെ വാക്ക് കേൾക്കുന്ന ഇത്രയും സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾക്ക് എന്താ ദുനിയാവിൽ പറയാനുള്ളത്? എന്തൊക്കെയാ വിശേഷം, എന്തൊക്കെയാണ് ഇപ്പോഴോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിൽ ചിലർ പറയാറില്ലേ,
നല്ല വിശേഷവും. എന്നിട്ട് ഇവര് ആവേശത്തോടെ പറയും, പടച്ചോൻ ബർക്കത്തെ എനിക്ക് തന്നിട്ടുള്ളൂ, അള്ള തന്നതാ ഇതൊക്കെ. എന്താ അള്ള തന്ന്? മക്കളായി, കുടുംബായി, വീടായി, അവിടെ ഒരു 10 സെന്റ് വാങ്ങിയിട്ടിട്ടുണ്ട്, മൂത്തോനൊരു വീടായി, ഇളയമോളെ കെട്ടിച്ചു. ഇതൊക്കെ പടച്ചോന്റെ ഒരു ബർക്കത്താ എന്ന് പറയാറുണ്ട്. അതൊക്കെ അള്ളാന്റെ ബർക്കത്ത് തന്നെ. പക്ഷെ അതിനേക്കാളും വലിയ അനുഗ്രഹം എന്താ? റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു കുടുംബമായി ജീവിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്ന് പറയലാണ് ഭാഗ്യം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തത് എന്റെ കുടുംബത്തിലില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ സാധിക്കലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ ഇന്ന് ഈ പറയുന്നത് പോലെ നമ്മൾക്ക് ഈ ദുനിയാവിൽ പറയാനുള്ളതൊക്കെ തന്നെയുള്ളൂ. ചിലർ ആവേശത്തോടെ പറയും, എനിക്കാകെ 2 ആണും 2 പെണ്ണും ഉണ്ടായിരുന്നത്, പെൺകുട്ടികളെയൊക്കെ ഞാൻ കെട്ടിച്ചു വിട്ടു, ഓരോരുത്തർക്കും വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. 10-20 കൊല്ലം മരുഭൂമി കടന്ന് കഷ്ടപ്പെട്ടതുകൊണ്ട് പെൺകുട്ടികളൊക്കെ നല്ല നിലക്ക് കെട്ടിച്ചയക്കാൻ പറ്റി. പിന്നെ മൂത്ത ഒരു മോനെ ഞാൻ ഗൾഫിക്ക് കൊണ്ടുവന്നു. ഓമ്പടെ ഒരു സ്ഥാപനത്തില് ഓഫീസിൽ ജോലിയുണ്ട്, നല്ല ശമ്പളം. പിന്നെ രണ്ടാമത്തെ മോന് ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയിട്ടുണ്ട്, ഓൻ നാട്ടില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. വേറെ കുട്ടികൾ 2 ആള് അൽഫിത്തറെ പഠിക്കുന്നുണ്ട്. മൂത്ത മോന്റെ മോക്കായിരുന്നു കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് 10 A+ കിട്ടിയത്. ഇതൊക്കെ തന്നെ പോരെ? അൽഹംദുലില്ലാഹ്. ചിലർക്ക് പറയാൻ അത്രേ ഉള്ളൂ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിലുള്ള മക്കളുടെയും പണത്തിന്റെയും കണക്ക് പറയുന്നവർ. പക്ഷെ നമ്മൾ നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയോ നരകാഗ്നിയിൽ നിന്ന്? സ്വന്തം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിനപ്പുറം ഒരിക്കലും രക്ഷപ്പെടാത്ത നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തിയോ നമ്മൾ? സ്വന്തം ഭാര്യ പരലോകത്ത് നമ്മൾക്ക് നേരെ നിങ്ങൾ എന്നെ ഗുണദോഷിച്ചില്ലല്ലോ എന്ന ആക്ഷേപം പറയാതിരിക്കാൻ കിട്ടിയ പെണ്ണിനെ ദീനീ ചിട്ടയിൽ കൊണ്ടു നടക്കാനുള്ള ശ്രമം നടത്തിയോ നമ്മൾ? എന്റെ ഭർത്താവ് നാളെ പരലോകത്ത് നീ എന്നെ ഉപദേശിച്ചിരുന്നെങ്കിൽ എന്ന് സങ്കടത്തോടെ പറയുന്ന അവസരത്തിൽ അയാളെ മുൻപിൽ റബ്ബിന് കോടതിയിൽ സന്തോഷത്തോടെ നിൽക്കാൻ സ്വന്തം ഭർത്താവിനോട് നീതി കാണിച്ച ഭാര്യമാരാവാൻ പറ്റിയോ നമ്മൾക്ക്? ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്തായി കിട്ടിയ മാതാപിതാക്കളെ ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ തട്ടിക്കളിപ്പിച്ച് അവസാനം മനസ്സ് വെറുത്ത് മക്കളെ ശപിക്കാനാവാതെ 4 ചുമരുകൾക്കുള്ളിൽ വെപ്രാളപ്പെട്ട് ജീവിക്കുന്ന ഒരു വാപ്പയുടെ മകനാണ് ഞാനെങ്കിൽ എന്ത് നേട്ടമാ മക്കളെ, രക്ഷിതാക്കളെ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് നമുക്കുണ്ടാക്കാൻ സാധിച്ചത്? അവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും നിങ്ങളുടെ കുടുംബം, ആ കുടുംബത്തെ പറ്റി നാളെ റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യും. നന്മണ്ട എന്ന പ്രദേശത്തെ കാരക്കുന്നത്ത് എന്ന മഹല്ലിലെ ബസ് കണ്ടക്ടറായിരുന്ന അബ്ദുറഹ്മാനിന്റെയും നഫീസയുടെയും മകനായി ജനിക്കപ്പെട്ടവനാണ് ഞാനെങ്കിൽ അത് യാദൃശികമല്ല. എന്റെ വാപ്പയും ഉമ്മയും വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു രാത്രിയിൽ അള്ള എന്നെ അങ്ങ് തീരുമാനിച്ചു എന്നല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? വജഅൽനാകും ശുഊബൻ വ ഖബാഇല. വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത കുടുംബങ്ങളുമാക്കി. എന്തിനാ? ചില കുടുംബക്കാർക്ക് പേരും പെരുമയും നടിക്കാനും മറ്റു ചില കുടുംബക്കാര് അപരിഷ്കൃതരായി ജീവിക്കാനും വേണ്ടിയിട്ടല്ല. ഒരേ റബ്ബിന്റെ അടിമകൾ, ഒരേ റബ്ബിന്റെ വാത്സല്യത്തോടെ ദുനിയാവിൽ ജീവിക്കുന്നവർ, പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കാൻ, ലിതആറഫു, അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, ഇന്ന അക്രമക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല മാന്യൻ ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനായിരിക്കും. ഒരു കുടുംബത്തിലെ ഏറ്റവും നല്ല മാന്യൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായിരിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്വന്തം മക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തൊക്കെ മര്യാദയും മാന്യതയും നമ്മളെ കുടുംബത്തോട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വിളിക്കപ്പെടുമ്പോ മക്കളുടെ ശാപവാക്കുകൾ കിട്ടേണ്ട മാതാപിതാക്കളാണോ? അല്ല, മക്കളുടെ പ്രാർത്ഥനയോടെ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്നവരാണോ? ഇതിലേത് വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുക എന്ന് നമ്മൾക്ക് സ്വയം തീരുമാനിക്കാൻ സാധിക്കണം. കാരണം ലോകത്തിന്റെ തിരുദൂതൻ സഹാബത്തിനെ പഠിപ്പിച്ചൊരു ചരിത്രമുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ഓരോരുത്തരും
നടത്തുകയോ തൗഹീദിന്റെ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയോ ശിർക്കൻ വിശ്വാസത്തിലേക്കോ പോകുന്നില്ല എന്നോരോ രക്ഷിതാക്കളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇന്ന് നിരീശ്വരവാദവും മതത്തോടുള്ള അസഹിഷ്ണുതയും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മതം മനുഷ്യന്റെ അകറ്റുമെന്നും മതവിശ്വാസത്തിനൊന്നും കാലിക പ്രസക്തമല്ലെന്നും മീഡിയകളിലൂടെ പടച്ചുവിടുമ്പോൾ മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ പോലും ചാനൽ ചർച്ചയിൽ ഇസ്ലാമിനെ കുറ്റം പറയുന്നു. ഇസ്ലാം മതത്തെക്കാൾ ലിംഗമതമാണ് വേണ്ടതെന്ന് മുസ്ലിം പേരുള്ള ചില പെൺമക്കൾ ആരോപിക്കുന്നു. സ്വന്തം ശരീരത്തിന്റെ നഗ്നമായ ഭാഗങ്ങൾ സ്വന്തം മക്കൾക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന പെണ്ണിന്റെ പേരും രഹന ഫാത്തിമ എന്നായിരുന്നു. കാണുന്ന മീഡിയകൾക്കുള്ളിലൂടെ പടച്ചുവിടപ്പെടുന്ന തോന്നിവാസങ്ങൾ പ്രയോഗിക്കാൻ ഇസ്ലാമിലെ പവിത്രമായിരുന്ന കുടുംബ വിവാഹ രംഗം പോലും ഒളിച്ചോട്ടങ്ങളുടെയും പാർട്ടി ഓഫീസുകളിലെ വരണമാല്യം ചാർത്തലുകളിലൂടെയും മനുഷ്യ മക്കൾ ആഗ്രഹിച്ച് ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം തൗഹീദിന്റെ വില. അതായിരുന്നു മുൻഗാമികളായ പ്രവാചകന്മാരുടെ മാതൃക. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തന്റെ മക്കളെ അടുത്തു വിളിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമക്കളെ, ലാ തുശ്രിക് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൽ അളീം, അത് വമ്പിച്ച പാതകമാണ്, അത് വമ്പിച്ച കുറ്റമാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം മരണത്തെ സമീപിക്കുമ്പോ തന്റെ മക്കളെ വിളിച്ചു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവര് തിരിച്ചു പറഞ്ഞു, താങ്കളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബിയുടെ മാർഗം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബമായി റബ്ബിന്റെ കോടതിയിൽ അള്ളാഹ് കണക്കാക്കുന്നത് രക്തബന്ധം കൊണ്ടല്ല, ആദർശബന്ധം കൊണ്ടാണ്. ആദർശബന്ധമാണ് കുടുംബം. ആദർശത്തിൽ ഉറച്ചു നിൽക്കലാണ് കുടുംബത്തിന്റെ പവിത്രത. കാരണം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബിന്റെ മേൽനോട്ടത്തിൽ കപ്പൽ നിർമ്മിച്ചു. കുത്തിയൊലിക്കുന്ന മഹാപ്രളയത്തിൽ രക്ഷപ്പെടുത്താൻ റബ്ബ് അനുവാദം കൊടുത്ത രക്ഷപ്പെടുത്തിയവരെയും കൊണ്ട് കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങിത്തായുന്ന മകനെ കണ്ടിട്ട് നൂഹ് നബി റബ്ബിനോട് സങ്കടം പറഞ്ഞു, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, എന്റെ മകനാണവൻ. അള്ളാഹുവിന്റെ തിരിച്ചുള്ള കൽപ്പന വന്നു, അല്ല നൂഹേ, അവൻ താങ്കളുടെ വിഭാഗത്തിൽപ്പെട്ടവനല്ല. താങ്കൾ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൽ താങ്കളുടെ മകനില്ല, അതുകൊണ്ട് താങ്കളുടെ വിഭാഗത്തിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പ്രിയ രക്ഷിതാക്കളെ, കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മക്കളോട് പറയണം, നിങ്ങൾ തൗഹീദിൽ ഉറച്ചു നിൽക്കണം. ഇത്തഖുല്ലാഹ ഫസ്തംസകൂ ബിത്തൗഹീദ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും മരണം വരെ തൗഹീദിൽ ഒരു വെള്ളവും കലർത്താതെ തൗഹീദി വിരുദ്ധ വിശ്വാസത്തിലേക്കോ അന്ധവിശ്വാസ അനാചാരത്തിലേക്കോ പോകാതെ റബ്ബിൽ തവക്കുൽ ചെയ്ത് പിടിച്ചു നിൽക്കുന്ന ഇബ്രാഹിം നബിയുടെ മാർഗം അതെന്റെ മക്കൾ സ്വീകരിക്കണം, അല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ബിംബക്കച്ചവടക്കാരനായിരുന്ന ബിംബപൂജകനായിരുന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചപ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, വേണ്ട ഇബ്രാഹിം, താങ്കളുടെ വാപ്പ താങ്കളുടെ വിഭാഗത്തിൽ പെടില്ല. എന്തുകൊണ്ടാ? താങ്കൾ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൽ താങ്കളുടെ പിതാവില്ല. അതുകൊണ്ട് ഇബ്രാഹിം താങ്കളുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, റബ്ബിന്റെ കോടതിയിൽ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓരോരുത്തരും തൗഹീദുള്ളവരാകണം. ഞാൻ ഇതെന്തിനാ പറയുന്നത് എന്നറിയോ? ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ നിന്നും ദീൻ പഠിക്കുന്ന മക്കളെ പല വഴിക്കും കൊണ്ടുപോകാൻ ചില ദുശക്തികൾ കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ കണ്ണൂരിന്റെ തെരുവിലുള്ള പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഉമ്മാന്റെ മകളെ, ആ മകളുടെ അല്ലെങ്കിൽ ആ ഉമ്മയുടെ മകനെ സിറിയയിലും ലബനാനിലുമുള്ള ആടുമേക്കൽ കേന്ദ്രത്തിൽ വെച്ച് ISIS ഭീകരനായി വെടിവെച്ച് കൊല്ലുന്നുണ്ടെങ്കിൽ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം, നമ്മളെ മക്കളെ ഇസ്ലാം വിരുദ്ധ പ്രവർത്തനത്തിലേക്കും ശിർക്കൻ വിശ്വാസത്തിലേക്കും കൊണ്ടുപോകാൻ ചില ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മതനിരാസതയും അന്ധവിശ്വാസങ്ങളിലേക്കും അവരെ കയറ്റിവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുദൈവ വിശ്വാസങ്ങളിൽ സമാധാനമുണ്ടെന്ന് അവരെ ചിലർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ മതങ്ങളുടെ ആഘോഷങ്ങളെയും സ്വീകരിക്കണമെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏതാഘോഷം വന്നാലും മുൻപന്തിയിൽ മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. കസവെടുത്തും അല്ലാത്തത് ധരിച്ചും
പൂക്കളമൊരുക്കിയും വ്യത്യസ്ത രീതിയിലുള്ള ഇതര മതക്കാരുടെ ആഘോഷങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വിശ്വാസ വൈകല്യത്തിലേക്ക് നമ്മളെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അറിയിച്ചു കൊടുക്കണം അള്ളാഹു ആരാണെന്ന്, ആ അള്ളാഹു എവിടെയാണെന്ന്. പലർക്കും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. നമ്മൾ കേട്ട് തഴമ്പിച്ച ചരിത്രങ്ങളില്ലേ? ആടുകളെ മേച്ചു നടക്കുന്ന ആട്ടിടയനായ കുട്ടിയോട് ഒരാടിനെ ഞങ്ങൾക്ക് പാകം ചെയ്യാൻ താ എന്ന് വേഷപ്രച്ഛന്നനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ, യജമാനനോട് കളവ് പറയാം, ചെന്നായ പിടിച്ചെന്ന് പറയാം എന്ന് ഉപദേശിക്കുമ്പോ അള്ളാഹു എവിടെ എന്ന് ചോദിച്ച ഒരാട്ടിടയ കുട്ടിയുടെ വിശ്വാസം സ്വന്തം മക്കൾക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ നിങ്ങൾ പരാജയമാണ്. നിങ്ങൾ അള്ളാന്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ വരും. അതോടൊപ്പം തന്നെ പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച മാതാവിനോട് അള്ളാഹു എവിടെ ഉമ്മ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനോഭാവത്തിലേക്ക് സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കുടുംബസമേതം നരകത്തിൽ പ്രവേശിക്കുന്നവരായി മാറും. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട വസ്തുത ഏകദൈവ വിശ്വാസത്തിൽ, അല്ലേ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, റബ്ബിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ചിന്തകളിലേക്കും പ്രവർത്തനത്തിലേക്കും നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസരംഗം എങ്ങനെ നമ്മൾ ഭംഗിയാക്കുന്നു, അതേ രീതിയിൽ അവരുടെ കർമ്മരംഗങ്ങളിലും സ്വഭാവങ്ങളിലും ഭംഗി വരുത്താൻ, ഇസ്ലാമിക ചിട്ട കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാന്യന്മാരാക്കണം. വഹ്സിനു അദബഹും, അവരുടെ അദബുകൾ, സംസ്കാരം അത് നിങ്ങൾ നന്നാക്കുകയും ചെയ്യണം. പക്ഷെ അതിനെന്ത് വേണം? വാപ്പ എന്ന നിലക്ക് ആദ്യം ഞാൻ നന്നാവണം, ഉമ്മ എന്ന നിലക്ക് ഞാൻ നന്നാവണം. എങ്കിലേ എനിക്ക് മക്കളെ ഉപദേശിക്കാനുള്ള അർഹതയുള്ളൂ, എങ്കിലേ അവർക്ക് പാഠങ്ങൾ അറിയിച്ചു കൊടുക്കാൻ എനിക്ക് ബാധ്യത ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വഭാവത്തിൽ എനിക്കുള്ള വ്യത്യാസങ്ങൾ എന്ത്? അത് ഞാൻ ചിന്തിക്കണം. ഓരോ മാതാപിതാക്കളും സ്വന്തം ജീവിതത്തിന്റെ പോരായ്മകളെ പറ്റി ചിന്തിക്കണം. ഞാനൊരു നല്ല വാപ്പയാണോ? മക്കളോട് നീതി കാണിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. രണ്ടാം ഉമർ എന്നറിയപ്പെട്ടിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഭരിച്ച കാലഘട്ടത്തിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലായിരുന്നു. നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം. തന്റെ വീട്ടിലേക്ക് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കടന്നു വരുന്ന ഓരോരുത്തരെയും പ്രശ്നം പരിഹരിച്ച് യാത്രയാക്കും മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു ദിവസം 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അകത്ത് കയറി കട്ടിലിൽ അദ്ദേഹം നീണ്ടു നവർന്ന് കിടന്നു. ഇത് കണ്ട അദ്ദേഹത്തിന്റെ മകൻ വന്ന് ചോദിച്ചു, പാപ്പ, എന്താണ് താങ്കളുടെ ഉദ്ദേശം? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മോനെ, ഉപ്പ അല്പം വിശ്രമിക്കുകയാണ്. വീണ്ടും മകന്റെ ചോദ്യം, വാപ്പ, ഇക്കണ്ട ആളുകൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് താങ്കളെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോ എങ്ങനെ വാപ്പ താങ്കൾക്ക് കിടന്നുറങ്ങാൻ തോന്നുന്നു? തന്റെ മകന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ആദ്യം അമ്പരന്ന്, പിന്നീട് മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ മകന്റെ മൂർദാവിൽ ഉമ്മ വെച്ച് അൽഹംദുലില്ലാഹ് എന്ന് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ ചോദിച്ചു, ഉമർ, താങ്കൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുന്നു? ആളുകൾക്കിടയിൽ വെച്ച് സ്വന്തം പിതാവിനെ ഗുണദോഷിക്കുന്ന ഈ മകനോട് താങ്കൾക്ക് എങ്ങനെ നന്മയിൽ പെരുമാറാൻ സാധിക്കുന്നു? താങ്കൾ പരിഹസിക്കപ്പെട്ടില്ലേ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, സഹോദരങ്ങളെ, എന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ എന്നെ തിരുത്തുന്ന ഒരു മകനാണ് അള്ളാഹു എനിക്ക് തന്നത്. നിന്റെ മകനോട് നീ നീതി കാണിച്ചോ ഉമർ? നിന്റെ മക്കളോട് നീ നീതി കാണിച്ചിരുന്നോ ഉമർ എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹ് ചോദിക്കുമ്പോ സ്വന്തം മകനെ ചൂണ്ടിയിട്ട് ഞാൻ പറയും, നാഥാ, എന്റെ പരലോക വിഷയത്തിൽ എന്നെ ഗുണദോഷിക്കുന്ന മക്കളെയാണ് നീ എനിക്ക് തന്നതെന്ന്. ആ മകനാണല്ലോ എന്റെ ഈ മകൻ എന്ന് ചിന്തിച്ചപ്പോ എനിക്ക് സന്തോഷം മാത്രമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കളോട് നീതി കാണിച്ചൊരു വാപ്പയാവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ?
സ്വന്തം മക്കൾക്ക്, ആ മക്കൾക്ക് നീതിബോധത്തോടെ അവരെ ആഹ്റത്തിന് വേണ്ടി ഒരുക്കുന്ന മാതാപിതാക്കളാവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളോടും അതിനുശേഷം സഹാബത്തിന്റെ മക്കളോടും ഓരോരുത്തരും ലക്ഷ്യം വെച്ചത് അള്ളാഹുവിന്റെ സ്വർഗമാണെന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഹൈസമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇസ്ലാമിക ലോകത്ത് ഏറെ പ്രസിദ്ധമാണ്. മകനായ സഈദ് റളിയല്ലാഹു അൻഹു ജനിച്ചത് ഉടനെ ഹൈസമായുടെ ഭാര്യ സഈദിന്റെ ഉമ്മ മരണപ്പെട്ടു. സ്വന്തം മകനെ, ആൺകുട്ടിയെ വാപ്പ നല്ല നിലക്ക് വളർത്തി ദീനിന്റെ കൃത്യമായ ബോധത്തിൽ. മകനൊരു യുവാവായി വാപ്പയോടൊപ്പം താമസിക്കുന്ന സമയത്താണ് ഒരു യുദ്ധത്തിന് വേണ്ടി മദീനയിൽ നിന്ന് ആളുകൾ പുറപ്പെടുന്നത്. ആ യുദ്ധത്തിന് വേണ്ടി സ്വന്തം മകൻ പോകാനിറങ്ങിയപ്പോ ആ മകനെ അടുത്ത് വിളിച്ച് ഹൈസമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, വാപ്പ പങ്കെടുക്കാം യുദ്ധത്തിന്, ഇനിയും യുദ്ധങ്ങൾ വരും, അന്നെന്റെ മകൻ സഈദിന് അതിൽ പങ്കെടുക്കാം. ഇത് കേട്ടപ്പോ മകൻ സഈദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വാപ്പാ, ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ താങ്കൾ കൊതിപ്പിച്ചിട്ടുണ്ട് സ്വർഗം പറഞ്ഞ്. സ്വന്തം വാപ്പാനോടാണ് ഇത് പറയുന്നത്. ഞാൻ ജനിച്ച അന്ന് മുതൽ സ്വർഗം പറഞ്ഞ് നിങ്ങൾ എന്നെ കൊതിപ്പിച്ചിട്ടുണ്ട് വാപ്പ. താങ്കളെക്കാൾ മുൻപിരിക്ക സ്വർഗത്തിൽ കയറണം. ഈ യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കും. യുവാക്കളെയാണ് റസൂലുള്ള തെരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വാപ്പ, ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കും. ആ യുദ്ധത്തിന്റെ അവസാനം സ്വന്തം മകൻ ഷഹീദായി എന്ന് കേട്ടപ്പോ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി അള്ളാഹുവിങ്കലേക്ക് അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച ഒരു വാപ്പാന്റെ ചരിത്രം നമ്മളെ ഇസ്ലാമിക ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളെ മക്കൾക്ക് വേണ്ടി നല്ലൊരു വാപ്പയാവാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? നല്ലൊരു വാപ്പയാവാൻ, നല്ലൊരു രക്ഷിതാവാകാൻ. ചില വാപ്പാരെയൊക്കെ വിചാരം മക്കൾക്ക് നയിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കല ഒരു വാപ്പാന്റെ ഉത്തരവാദിത്തം. നാട്ടിലൊക്കെ ചിലർ പറയലേ, എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ചില വാപ്പാര് സങ്കടത്തോടെ പറയും, എന്ത് വിശേഷം, മക്കളൊന്നും നല്ല നിലക്കായില്ല. എങ്ങനെ നല്ല നിലക്കായില്ല? ദീനായിട്ടില്ല എന്നുള്ള ബേജാറല്ല, ദുനിയാവ് മക്കൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ബേജാറാ വാപ്പാർക്ക്. അവര് പറയും, ഞാനും അതാ അഹമ്മദും കൂടി ഒരുമിച്ച ഒമാനിലേക്ക് പോയത് 30 കൊല്ലം മുൻപ്. ഞാനൊരു 6 മാസം അവിടെ നിന്ന് എനിക്ക് തിരിച്ചു പോന്നു, എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ എന്റെ കൂടെ പോയ അഹമ്മദ് ഒമാനില് മസ്കറ്റില് ജോലിയിൽ പിടിച്ചു നിന്നു. ഇപ്പൊ 25 കൊല്ലം കഴിഞ്ഞോ നാട്ടിക്ക് വന്നു. ഓനെന്തൊക്കെ ഉണ്ടായി? വലിയ വീടുണ്ടായി, വലിയ സമ്പത്തുണ്ടായി, മക്കളെയൊക്കെ പഠിപ്പിച്ചു, മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടി. ഞാൻ അന്ന് പോകുന്നത് കൊണ്ട്, തിരിച്ചു മടങ്ങിയത് കൊണ്ട് എനിക്കും എന്റെ മക്കൾക്കും ഒരു ഗതി ഉണ്ടായില്ല എന്ന് പറയലുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളോട് രക്ഷിതാക്കൾക്കുള്ള ബാധ്യത ദുനിയാവ് ഉണ്ടാക്കി കൊടുക്കലല്ല, റിസ്ക് അള്ളാഹുവിന്റെ വാഗ്ദാന. ഈ ദുനിയാവിൽ അള്ളാഹ് സൃഷ്ടിച്ചവരെ അള്ളാഹ് സംരക്ഷിക്കും. ജീവൻ നിലനിർത്താനുള്ള ഒരു അധ്വാനം മാത്രമാണ് മനുഷ്യ ജീവിതം. നമ്മുടെ ലക്ഷ്യം റബ്ബിന്റെ സ്വർഗ. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള എന്തൊക്കെ മാർഗം മക്കൾക്ക് കാണിച്ചു കൊടുത്തു എന്ന ചോദ്യത്തിന് മാതാപിതാക്കൾ എന്തു മറുപടി കണ്ടുവച്ചിട്ടുണ്ട്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, മോളെ, വാപ്പാന്റെ പേര് പറഞ്ഞ പൊന്നുമോക്ക് സ്വർഗം കിട്ടൂല. മുഹമ്മദിന്റെ മകളാണെന്ന പരിഗണന പോലും നിനക്ക് പരലോകത്തുണ്ടാവില്ല. അൻകദീ നഫ്സക മിനന്നാർ, നിന്റെ ജസദിനെ, നിന്റെ നഫ്സിനെ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്കായി നീ സമ്പാദിക്കണം മോളെ എന്ന് സ്വന്തം മകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പ്രവാചകൻ എന്നൊരു വാപ്പാന്റെ ഉത്തരവാദിത്വത്തിന്റെ ഒരു അംശം നമ്മളെ മക്കളോട് നമ്മൾ കാണിച്ചിട്ടുണ്ടോ? അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ? ദീനീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി നമസ്കരിക്കാൻ അറിയുന്ന, നോമ്പ് നോൽക്കാൻ അറിയുന്ന, നാളെ മറ്റന്നാൾ മരിച്ചാൽ അക്ഷരത്തെറ്റില്ലാതെ വാപ്പാന്റെ മയ്യത്തസ്കാരത്തിന്റെ 3ാമത്തെ പ്രാർത്ഥന ചൊല്ലാൻ അറിയാത്തൊരു മക്കളാണെങ്കിൽ എന്ത് നേട്ടാ വാപ്പാരെ നിങ്ങളെ കൊണ്ട് നിങ്ങളെ മക്കൾക്ക് ഉണ്ടായത്? തിന്നാൻ കൊടുത്തു എന്നുള്ള വലുപ്പം പറയല്ലേ, അത് അള്ളാന്റെ കടമയാ. അതിനൊരു കാരണമായി നിങ്ങളെന്ന് മാത്രം. അതുകൊണ്ട് നല്ല വാപ്പയും ഉമ്മയുമാവാൻ നമുക്കെവിടെയാണോ തിരുത്തൽ വേണ്ടത് അവിടെ തിരുത്തണം. അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചില്ലേ, റഹിമല്ലാഹു റജുലൻ, റഹിമല്ലാഹു റജുലൻ, ഒരാളിന് പടച്ച റബ്ബ് സദാ അനുഗ്രഹം കൊടുക്കും. എന്താ അവന്റെ യോഗ്യത? ഉറക്കിൽ നിന്നും അവൻ എഴുന്നേൽക്കുന്നു, എന്നിട്ടവൻ ഭാര്യയെ തട്ടി വിളിക്കുന്നു, എഴുന്നേൽക്കാൻ മടിക്കുന്ന അവളുടെ മുഖത്തൽപ്പം വെള്ളം കുടയുന്നു, എന്നിട്ട് അവളെയും കൂട്ടി രാത്രി നമസ്കാരത്തിന്റെ ഭാഗമാക്കുന്നു.
ആ ആണിന് റബ്ബ് സദാ ബർക്കത്ത് കൊടുക്കും. റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനും അല്ലാഹ് ബർക്കത്ത് കൊടുക്കും. എന്താ അവളുടെ ശ്രേഷ്ഠത? ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു, ഭർത്താവിനെ തട്ടിപിടിക്കുന്നു, മുഖത്ത് വെള്ളം തളിക്കുന്നു, എന്നിട്ട് നമസ്കാരത്തിലേക്ക് കൂടെ കൊണ്ടുവരുന്നു. കുടുംബത്തെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ രീതിയാണത്. പരസ്പരം കുടുംബത്തെ റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി കണ്ടെത്താൻ പരിശ്രമിക്കുന്ന മാതാപിതാക്കൾ, സ്വന്തം മക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ രീതിയും സ്വഭാവവുമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചരിത്രങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, മക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മാറണം. തമാശ എന്ന രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്, വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ TV കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരു വാപ്പാക്ക് അപ്പുറത്തെ റീഡിംഗ് റൂമിൽ വായിക്കാത്ത മക്കൾ ഉപദേശിക്കാൻ ഒരർഹതയില്ല. കാരണം മക്കള് ധർമ്മം പഠിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. അല്ലുമ്മ വൽ അബ്, ഉമ്മയും വാപ്പയുമാണ് അവ്വലുൽ മദ്രസ എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു. എന്റെ മക്കൾക്ക് 3 വയസ്സ് വരെ 4 വയസ്സ് വരെ ഹദീസിന്റെ സനദും മതനും പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രം ഇവരല്ല. അത് ശരി, ഇത് ശരി, അത് തെറ്റ്, ഇങ്ങനത്തത് തെറ്റാണെന്ന് അവർ കണ്ടുപഠിക്കുന്നത് നമ്മളിൽ നിന്നാണെങ്കിൽ, നമ്മളിൽ നിന്നാണ് അവരത് അറിയുന്നതെങ്കിൽ ആ മക്കൾക്ക് ദീനിന്റെ അറിയിച്ചു കൊടുക്കേണ്ട പാഠങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം. ഇന്ന് പക്ഷേ രക്ഷിതാക്കൾ തിരയുക സ്ഥാപനങ്ങളുടെ വലുപ്പം, ബിൽഡിങ്ങിന്റെ വലുപ്പം, അല്ലേ? ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്തും അത്യാവശ്യം സൗകര്യമുള്ള ബിൽഡിങ്ങും ഒക്കെ ആണെങ്കിലേ നമുക്ക് സ്കൂളിൽ ചേർക്കാൻ ആഗ്രഹമുള്ളൂ. എന്നാൽ നിങ്ങൾ തിരയേണ്ട ഏറ്റവും നല്ല ബിൽഡിംഗ് ഏതാണെന്നറിയോ? സ്വന്തം വീടാ. വീടെന്ന ബിൽഡിംഗ് നന്നാവണം. 3-4 വയസ്സ് വരെ മക്കളിൽ ജീവിക്കുന്ന ബിൽഡിംഗ് ആണത്. അവിടുത്തെ അധ്യാപകര് മാതാപിതാക്കളാ. അവര് നന്നാവണം, അവർക്ക് പാഠങ്ങൾ അറിയണം, അവർക്ക് ദീനീ ചിട്ടയിൽ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തുണ്ടാവണം. അങ്ങനെ സ്വന്തം മക്കൾക്ക് വേണ്ടി മാറുന്ന മാതാപിതാക്കളാവണം. അതിന് നമ്മൾ ഒരുക്കമാണോ? അള്ളാഹു മാറ്റം തരാൻ റെഡിയാണ്. അല്ലാണ്ട് ഞാൻ നന്നാവൂല, ഞാൻ ഇത്രയും കാലം ഇങ്ങനെയല്ലേ, ഇനി അങ്ങനെ തന്നെ ആവട്ടെ, മക്കള് നന്നായാ മതി എന്ന് ചിന്തിക്കല്ലേ മാതാപിതാക്കളെ. നമ്മൾ മാറണം. നേരത്തെ എഴുന്നേൽക്കുന്ന, നമസ്കാരത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, പാരത്രിക ലോകത്ത് മക്കളോടൊപ്പം സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല രക്ഷിതാക്കളാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ മാറ്റം നമ്മളെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മളെ മക്കളുടെ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ, അവരുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുകൾ നന്നാവണം. ചുറ്റുപാടുകൾ നന്നാവുക എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ കൂടുക എന്നുള്ളതല്ല. ഒരു സൗകര്യമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളും സഹാബത്തിന്റെ മക്കളും നന്നായിട്ടില്ലേ? അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല ചുറ്റുപാട് നന്നാവുക എന്നുള്ളതിന്റെ ലക്ഷണം. മറിച്ച് ആ മക്കൾക്ക് സമാധാനവും സ്വസ്ഥതയും റബ്ബിന്റെ ബർക്കത്തും ഇറങ്ങുന്ന ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കണം. വല്ലാഹി ജഅല ബുയൂതകും സകന, വീട് സമാധാനത്തിന്റെ സ്ഥലമാണ്. ഇന്ന് നമ്മളെ വീട് അള്ളാഹുവിന്റെ മലക്ക് ഇറങ്ങുന്ന വീടാണോ എന്നൊന്ന് ചിന്തിക്കണം. അത് നമ്മൾ താമസിക്കുന്നത് ഫ്ലാറ്റിലാണെങ്കിലും സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും നമ്മളെ റൂമിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ അള്ളാന്റെ മലക്ക് ഇറങ്ങുമോ? മലക്കുകൾ ഇറങ്ങാനുള്ള സാഹചര്യവും മലക്കുകൾക്കും അള്ളാഹുവിനും ഇഷ്ടപ്പെട്ട ചുറ്റുപാട് നമ്മുടെ വീടുകളിലുണ്ടോ? ഇന്ന് നമ്മളുടെ മക്കളെ ഗൃഹാന്തരീക്ഷം ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ വല്ലാത്തൊരു കൊലപാതകം നടന്നു. സ്വന്തം മാതാപിതാക്കളെ വെട്ടി നുറുക്കി കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ കുടുംബത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ ഗൃഹാന്തരീക്ഷം ഒരു വല്ലാതെ ഭയപ്പെടുത്തുകയായിരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ ബന്ധമില്ല. അവര് മക്കളോടൊപ്പം പുറത്തു പോകുന്നത് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു നല്ല ഫംഗ്ഷനിലോ ഒരു സന്തോഷത്തിലോ സമാധാനത്തിലോ ആ വീട്ടിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടിട്ടില്ല. കയറി ചെല്ലുമ്പോ പോലും ഒരു പ്രേതാലയം പോലെ ആ വീട് തോന്നി. പരസ്പരം ചിരിക്കാത്ത, പരസ്പരം സന്തോഷിക്കാത്ത, പരസ്പരം ഒരു നന്മയും ഗുണദോഷിക്കാത്ത ഒരു വീട്. ആ വീട്ടിലുള്ള മകൻ നിരന്തരം ഫോൺ ഉപയോഗിച്ചു, ഇന്റർനെറ്റിൽ കണക്ഷൻ എടുത്തു. അതിലൂടെ മറ്റു ചില ആളുകളുടെ പ്രേരണ കാരണം
ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് സ്വന്തം അച്ഛനെയും അമ്മനെയും കൊന്ന് കഷണാക്കി ഫ്രീസറിൽ വെച്ചു. ഇന്നത് കണ്ടത് മറ്റൊരു കുടുംബത്തിലാണെങ്കിൽ നമ്മളെ വീട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. ദേഷ്യപ്പെട്ട് കയറി വരുന്ന വാപ്പ, തൊട്ടിലും പിടിച്ചതിനൊക്കെ എപ്പോഴും സംസാരിച്ച് വെറുപ്പിക്കുന്ന ഒരു ഉമ്മ, കയറി വന്ന ടിവിന്റെ മുൻപിലിരുന്ന് സമയം പോക്കുന്ന വാപ്പ, കിടന്നു നിൽക്കാൻ പോകുന്ന സമയത്ത് പോലും മൊബൈലുമ കുത്തിക്കളിക്കുന്ന വാപ്പയിപ്പയും, രാത്രി 12 മണി വരെ ഫോൺ കളിക്കുന്ന രക്ഷിതാക്കള്. ആ വീട്ടിൽ ഒരു ഇസ്ലാമിക ചുറ്റുപാട് എന്തെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ആ രംഗത്തൊക്കെ നമ്മളെ ചുറ്റുപാടുകൾ നന്നാവണം. ധാർമ്മികതക്ക് നിരക്കാത്ത ചുറ്റുപാടുകൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് മാറ്റണം. അതിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് എന്താണെന്നറിയോ? മാതാപിതാക്കൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാൻ പാടില്ല. എന്തു പ്രശ്നമുണ്ടെങ്കിലും അത് ക്ഷമിച്ചും സഹിച്ചും മക്കളുടെ നിന്ന് മാറ്റി സ്വന്തമാകുന്ന സമയത്ത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ഇപ്പൊ എന്തായാലും എനിക്കും എന്റെ ഓർക്കും ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ അതിന്റെ പേരിൽ തൊലാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓളെങ്കിൽ ഓണം വീട്ടിൽ കൊണ്ടുവച്ചാക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താ ഇപ്പൊ പറ്റുക? കുറച്ച് ക്ഷമിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ആ പ്രശ്നം തീരും. ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെ മക്കൾക്കിടയിൽ അടിപിടി കൂടുന്നവരുണ്ട്. അതുകൊണ്ട് നല്ല വാപ്പയാകണമെങ്കിൽ അവൻ ആദ്യം സ്വന്തം പെണ്ണിനെ സ്നേഹിച്ചു തുടങ്ങണം. നല്ലൊരു ഭർത്താവിനെ നല്ലൊരു വാപ്പയാവാൻ പറ്റൂ. എനിക്ക് നല്ല ഭർത്താവാകണം എന്ന് തോന്നിയാൽ ഞാൻ ആദ്യം ഒരു നല്ല നല്ലൊരു ഭർത്താവാകണം, എന്നാലേ ഞാൻ നല്ലൊരു വാപ്പയാവൂ. എനിക്ക് നല്ലൊരു ഉമ്മയാവണം എന്ന് തോന്നിയാൽ അവൾ നല്ലൊരു ഭാര്യയാവണം. അതിന് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും കുടുംബത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പിണക്കങ്ങൾ വേണ്ടാന്നല്ല, പിണങ്ങാം. പക്ഷെ ആ പിണക്കം ഒരിക്കലും മക്കളെയും കുടുംബത്തെയും സങ്കടപ്പെടുത്തുന്ന രീതിയിലാവരുത്. മർദ്ദനങ്ങളും തോന്നിവാസങ്ങളും വിളിച്ചു പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത്. ചില മക്കളുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ ചില മാതാപിതാക്കൾ വാവിട്ട തെറി പറയാം, പച്ചത്തെറി. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചില മക്കൾ വൃത്തിയോട് പറയുമ്പോൾ നമ്മൾ ചോദിക്കുക, എവിടെ നിന്നാടോ ഇതെനിക്ക് കിട്ടിയത്, ആരാ ഇതൊക്കെ എന്നെ പഠിപ്പിച്ചെന്നത്? അപ്പൊ ചില മക്കള് സത്യം പരസ്യമായിട്ട് പറയും, ഇത് ഉപ്പമ്മനെ വിളിക്കുന്നതാണ്. അത്രക്ക് മക്കളെ അത് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഞാനൊരു ഉദാഹരണത്തിലൂടെ ആ കഥ പറഞ്ഞു തരാം. ക്ഷമിക്കണം. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല വാപ്പയാവാൻ ശ്രമിക്കണം, നല്ലൊരു ഭർത്താവാകാൻ ശ്രമിക്കണം, നല്ലൊരു ഉമ്മയാവാനും ഭാര്യയാവാനും ശ്രമിക്കണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചരിത്രത്തിൽ ഒരു കഥയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും തമ്മിൽ തെറ്റും. ആ തെറ്റണ സമയത്ത് അയാള് ശക്തിയായി പെണ്ണിനെ ശകാരിക്കും. ഇത് കേൾക്കുമ്പോ ആ പെണ്ണിങ്ങനെ നിശബ്ദയായിട്ട് നിൽക്കും. ഇത് കണ്ടപ്പോ ചില കൂട്ടുകാരികൾ ചോദിച്ചു, അയാൾ പറയുമ്പം എനക്ക് തിരിച്ചു പറഞ്ഞൂടെ? അപ്പൊ ആ പെണ്ണ് പറയും, തിരിച്ചു പറഞ്ഞാൽ പിന്നെ അതൊരു ജയിക്കാനുള്ള മത്സരമാകും. ഞാൻ 1 പറയുമ്പോ അയാൾ 2 പറയും, അയാൾ 2 പറഞ്ഞാൽ ഞാൻ 3 പറയും. പിന്നെ അത് ജയിക്കാനുള്ള ഒരു മത്സരമാകും. വാവിട്ട പല വാക്കും വരും. ഒരു വാക്കുകൊണ്ട് 100 വാക്കുകൾ പറയും. മനസ്സുകൾ അകന്നു പോകും. അതുകൊണ്ട് ഞാൻ നിശബ്ദയാകും. അപ്പൊ ആ പെണ്ണുങ്ങൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനക്ക് അവിടെ നിന്ന് അങ്ങ് മാറിപ്പോയിക്കൂടെ? അയാൾ സംസാരിക്കുമ്പോ അത് കേൾക്കാതെ അങ്ങ് ഇറങ്ങിപ്പോവാ. ഉടനെ ആ പെണ്ണു പറഞ്ഞു, അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയാൽ അതെന്റെ ഭർത്താവിന്റെ മുഖത്തടിക്കുന്നതിന് സമം. അയാളുടെ ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടായത് അയാൾ എന്റെ കൈ പിടിച്ചപ്പോഴാണ്. ഇതാണും പെണ്ണും ചിന്തിക്കണം. നിങ്ങൾക്കൊരു മക്കളെ തന്നത് നിങ്ങളെ ഭാര്യ കാരണം. അസ്ഥി പൊട്ടുന്ന 22 അസ്ഥികൾ പൊട്ടുന്ന വേദനയും സഹിച്ച് പ്രാണവേദനയോടുകൂടി ഒരു മകളെ അവള് തന്നിട്ടുണ്ടെങ്കിൽ ആ മനസ്സോടെ അവളെ സമീപിക്കാൻ പറ്റണം. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, അയാളാണ് എന്നെ സംരക്ഷിക്കുന്നതെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയാൽ അത് അയാളുടെ മുഖത്തടിക്കുന്നതിന് സമം. വീണ്ടും സ്ത്രീകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ദേഷ്യം കാണിക്കാൻ ഒരു രാത്രി മാറിക്കിടന്നൂടെ? ഉടനെ ആ പെണ്ണ് പറഞ്ഞു, ഒരു രാത്രി മാറിക്കിടന്ന് അത് അയാൾക്കൊരു തയക്കമായാൽ അയാൾ അടുത്ത തവണ പിണങ്ങുമ്പോ 1-ലധികം ദിവസം മാറിക്കിടക്കാൻ ആഗ്രഹിക്കും. കാരണം എന്താ? ഒരു ദിവസം ഞാനില്ലെങ്കിലും ജീവിച്ചതിന്റെ സുഖം പോലെ അദ്ദേഹത്തിന് തോന്നിയാൽ പിന്നെ ഞാനുമായി അകന്നു കിടക്കാൻ അദ്ദേഹത്തിന് താല്പര്യം തോന്നിപ്പോകും. അതുകൊണ്ട് വേണ്ട, ഒരു രാത്രി പോലും ഞാനില്ലാതെ കിടക്കാൻ പറ്റൂല എന്ന് അദ്ദേഹത്തിന് തോന്നണം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം ക്ഷമിച്ചങ്ങ് നിൽക്കും. എത്ര നല്ലൊരു ചരിത്രമാണ് ഇമാം ഗസാലി പറയുന്നത്. സ്വന്തം കുടുംബത്തിലൊന്ന് പ്രാവർത്തിയാക്കി. ചിലര് പറയും എനിക്ക് ക്ഷമിക്കാൻ പറ്റാഞ്ഞിട്ടാണ്, എനിക്ക് ദേഷ്യം കൂടുതലാണ് എന്നൊക്കെ. പറ്റും. സ്വന്തം വാപ്പ ചെയ്ത നമ്മൾ ക്ഷമിക്കാറില്ലേ? സ്വന്തം മകളെ കെട്ടിയ വീട്ടുകാരോട് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ക്ഷമിക്കാറില്ലേ? മുതിർന്നവരായ ആളുകളോ അല്ലെങ്കിൽ ബഹുമാനിക്കുന്നവരോ വല്ലതും ചെയ്താൽ നമ്മൾ സബൂറാക്കലില്ലേ?
നമ്മൾ പലപ്പോഴും ക്ഷമിക്കാതിരിക്കല് തിരിച്ചു പ്രതികരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നിടത്താ. എന്റെ ഭാര്യനോട് എനിക്ക് തിരിച്ചു പ്രതികരിക്കാൻ പറ്റുന്നത് കൊണ്ട് എന്റെ ദേഷ്യം ഞാൻ കാണിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, ഔസീനി ബിൽ ജന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ എനിക്ക് സ്വർഗം വേണം. നീ കോപിക്കരുത്, ദേഷ്യം. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ വാവിട്ട വാക്കുകൾ സംസാരിക്കാതെ മാന്യമായി ഗുണദോഷിക്കുന്ന നല്ല കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്ന, നമസ്കാരങ്ങളും നോമ്പിന്റെയും മഹത്വം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു നല്ല വാപ്പയുമ്മയായാൽ തന്നെ കുടുംബം സ്വർഗമായി മാറും. പിന്നെ നേരെ അങ്ങനെ ജീവിച്ച് സ്വർഗത്തിലേക്ക് എത്തിയാൽ മതി. നമ്മൾ പലർക്കും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും നമ്മൾ മറക്കുമ്പോഴാണ് നമ്മളുടെ കുടുംബം നമ്മളെ കൈവന്ന് വിട്ടുപോകുന്നത്. സമയത്തിന്റെ പരിമിതിയുണ്ട്, 3/4 മണിക്കൂർ തികയാൻ പോവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓരോരുത്തരിലും മാറ്റമുണ്ടാകണം. മക്കൾ മാത്രം നന്നായ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. വേണ്ടത് ഏറ്റവും വലിയത് തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കുടുംബമായി മാറുക എന്നുള്ളതാണ്. രണ്ടാമത്, കുടുംബത്തെ പരലോകത്തിന് വേണ്ടി സ്നേഹിക്കണം. മക്കൾക്ക് നല്ലൊരു മാതൃകയാവുന്ന വാപ്പയാവാൻ, അവരെ സ്നേഹിച്ചുകൊണ്ട് ഉമ്മയെ സ്നേഹിക്കാൻ, ഭാര്യയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ, പരസ്പരം തൃപ്തിയോടെ ദീനീ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ ഓരോ കുടുംബങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഹലാലായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഒരിക്കലും മറ്റുള്ള ദുഷിച്ച പ്രവണതകളിലേക്ക് നമ്മളെ മക്കളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദുനിയാവിന്റെ ആസക്തിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. സമയത്തിന്റെ പരിമിതിയുണ്ട്. രണ്ടാമതായി നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ടത് ദുനിയാവിന്റെ ചെറുപ്പവും ആഖിറത്തിന്റെ വലുപ്പവുക. ദുനിയാവ് വളരെ ചെറിയ, അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ ദുനിയാവ് ചെറുതാ മനുഷ്യരെ. എനിക്ക് 38 വയസ്സായി. റസൂലുള്ളാഹി പഠിപ്പിച്ച 60 വയസ്സിലേക്ക് 22 വയസ്സേ ഉള്ളൂ. എന്റെ പകുതിയിലധികം കഴിഞ്ഞു. പകുതിയിലധികം ഞാൻ ജീവിച്ചു കഴിഞ്ഞു. ഇനി ഒരു പകുതി കൂടി എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. കിട്ടുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാ. ഏത് നിമിഷവും റബ്ബ് തിരിച്ചു വിളിച്ച ഒരു പരാതിയില്ലാതെ ഈ ലോകത്ത് നിന്ന് ഞാൻ പോണം. ഈ ലോകത്ത് ഞാൻ സമ്പാദിച്ചത് ഉപേക്ഷിക്കണം. ഇന്ന് ഞാൻ വീട് വെച്ച പറമ്പ് വർഷങ്ങൾക്ക് മുൻപ് മറ്റാരുടെയോ പറമ്പായിരുന്നു. ഇനി എന്റെ കാലം കഴിഞ്ഞു കുറെ കാലം മുൻപോട്ട് പോയാൽ ഈ പറമ്പ് മറ്റാരുടെയൊക്കെയോ ആയി മാറും. അള്ളാന്റെ ഭൂമിക്ക് മാറ്റല്ല, റബ്ബിന്റെ ദുനിയാവിനൊരു വ്യത്യാസമില്ല. ഇല്ലാതായി പോകുന്ന നമ്മൾക്ക് ഈ ദുനിയാവിൽ ജീവിച്ച 10-60 കൊല്ലം കൊണ്ട് ആഖിറത്തിൽ വെളിച്ചം കിട്ടുന്ന വല്ലതും സമ്പാദിക്കാൻ പറ്റിയ അതാണ് വലുതെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ ബോധമാണ് ഇന്നത്തെ തലമുറകൾക്കും മക്കൾക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്, കുടുംബത്തെ അറിയിച്ചു കൊടുക്കേണ്ടത്. വാപ്പാന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴേക്കും നാട്ടിലേക്ക് വിമാനം കയറാൻ കാത്തിരുന്ന വാപ്പാക്ക് നാട്ടിൽ നിന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും അയച്ച കത്ത് നമ്മൾ കേട്ടു. ഇങ്ങോട്ട് വരണ്ട വാപ്പ, ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, പലർക്കും പല സൗകര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് വാപ്പ ഇങ്ങോട്ട് വരണ്ട, എങ്ങനെങ്കിലും അവിടെ പിടിച്ചു നിന്നോളൂ എന്ന് പറയുന്ന രീതിയല്ല. വാപ്പ വന്നാലും പട്ടിണിയാണെങ്കിലും പച്ചവെള്ളമാണെങ്കിലും അള്ളാനെ സ്നേഹിച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കാം വാപ്പ എന്ന് പറയുന്ന രീതിയിൽ കുടുംബത്തിന്റെ മഹത്വം, ആ ദുനിയാവിന്റെ ചെറുപ്പം അത് അറിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നോരോ മക്കളും ചോദിച്ചു തുടങ്ങിയില്ലേ രക്ഷിതാക്കളോട്? ഈ അടുത്ത ദിവസം എന്ന് പറഞ്ഞൊരു സങ്കടം ഉണ്ട്. കല്യാണം തീരുമാനിച്ചു ഉസ്താദെ, എങ്ങനെങ്കിലൊക്കെ ഒന്നോളെ കെട്ടിച്ചു വിടണം എന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ ചോദിച്ചു അതിനെന്താ? അല്ല, കുട്ടി എന്നോട് പറയുന്നത് 20 പവനെങ്കിലും ഇല്ലെങ്കിൽ അവക്ക് കല്യാണം വേണ്ടാന്നാ. മക്കൾ ഇങ്ങിട്ട് പറയാൻ തുടങ്ങി, ആൺമക്കൾ പറയാൻ തുടങ്ങിയില്ലേ, 2.5 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങി തന്നിട്ടില്ലെങ്കിൽ വീട്ടിക്ക് വരൂല എന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലെത്തിയില്ലേ. വീട്ടിലുള്ള ഭക്ഷണങ്ങൾ വെച്ചു വിളമ്പിയാലും അതില് വെറുപ്പും അറപ്പും കാണിച്ച് റോഡിന്റെ സൈഡിൽ നിന്ന് കരിച്ചതും പൊരിച്ചതും ടിപ്പ് കൊടുത്ത് 1000-ന് തിന്നുപോരുന്ന സംസ്കാരത്തിലേക്ക് എത്തിയില്ലേ. അവിടെയൊക്കെ അറിയിച്ചു കൊടുക്കാൻ പറ്റണം. ദുനിയാവ് ചെറുതാ, വലാഹിറത്തു ഖൈറും വഅബ്ഖാ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഖൈറും വലഹ്ബുൻ, ഒരു കളിയും വിനോദവും മാത്ര. ഏത് നിമിഷവും അവസാനിക്കും, ഏത് സെക്കൻഡും ഇവിടുന്ന് മടങ്ങും. ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ 2 ശ്വാസം കൊണ്ട് കാറ്റുകൊണ്ട് പിടിക്കുന്ന ഒരു നെഞ്ചു ഹൃദയവും ഇത്രയുള്ളൂ ഞാനുങ്ങളും. മണ്ണിലേക്ക് ചേർത്ത് വെച്ചാൽ മണിക്കൂർ കൊണ്ട് ഗന്ധമുണ്ടാകുന്ന, ദുർഗന്ധം കൊണ്ട് ആളുകൾ മൂക്ക് പൊത്തിപ്പോകുന്ന ഒരു ശരീരം. മരിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പേര് മാറി മയ്യത്ത്, ശവം എന്ന് പേര് വിളിക്കപ്പെടുന്ന ഒരു സൃഷ്ടി. ആ സൃഷ്ടിപ്പിന് ശേഷം കയറി ചെല്ലേണ്ട വലിയൊരു ലോകമുണ്ട്, അള്ളാഹുവിന്റെ പാരത്രിക ലോകം. അവിടെ റബ്ബിന്റെ വിചാരണയുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ റബ്ബ് നടത്തുന്ന വിചാരണ. ആ വിചാരണയിൽ രക്ഷപ്പെട്ട് വലത് കൈയിൽ ഏട് കിട്ടിയാൽ കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ പറ്റും.
അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ കാരണം നരകത്ത് പോകുന്ന വാപ്പയായി മാറും, അല്ലെങ്കിൽ വാപ്പാരെ നിങ്ങൾ കാരണം നരകത്ത് പോകുന്ന മക്കളായി മാറും. അങ്ങനെ പരസ്പരം പരലോകത്ത് മുഖാമുഖം കാണുമ്പോ ദുനിയാവിൽ സ്നേഹിച്ച 75 കൊല്ലത്തെ സ്നേഹത്തിന്റെ അപ്പുറം തീരാത്ത പകയോടെ മക്കൾ തിരിഞ്ഞുകുത്തും, മാതാപിതാക്കളെ ശപിക്കും, മാതാപിതാക്കളെ ശപിക്കും. മക്കളെ പകരം കൊടുക്കാന്ന് പറയും, ഉമ്മയെ മാപ്പയെ പകരം കൊടുക്കാന്ന് പറയും, സ്വത്തുക്കൾ മുഴുവനും കൊടുക്കാന്ന് പറയും. എന്നിട്ടും രക്ഷ കിട്ടാതാകുമ്പോ പരസ്പരം വെറുത്ത് ദുനിയാവിലെ ജീവിതത്തെ ശപിച്ച് മക്കളും കുടുംബവും ഉണ്ടായിപ്പോയതിന്റെ പേരില് എല്ലാ വെറുപ്പോടും കൂടി നാഥന്റെ കോടതിയിൽ ഇതിനായിരുന്നു പഠിച്ചോനെ കുടുംബമൊക്കെ എനക്ക് മണ്ണാക്കി എങ്ങാൻ പഠിച്ചാ പോരായിരുന്നോ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ രക്ഷിതാക്കളെ അള്ളാഹ് ഓർമ്മപ്പെടുത്തി തരിക. കുടുംബത്തിന്റെ വിലയും കുടുംബത്തിന്റെ മഹത്വവും ദുനിയാവിന്റെ ചെറുപ്പവും മനുഷ്യന്റെ ബലഹീനതയും പണത്തിനെ കൊണ്ടൊന്നും നേടാൻ പറ്റൂല എന്നൊക്കെ. ലക്ഷക്കണക്കിന് വരുമാനമുള്ളവര് പോലും ഒരു രൂപ ചെലവില്ലാത്ത ഈ അസുഖത്തിന്റെ മുൻപിൽ വെപ്രാളപ്പെടുമ്പോ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നാഥന്റെ വലുപ്പം. ഉപരോധിക്കപ്പെട്ടവന്റെ വേദന കാശ്മീരിലും റോഹിംഗ്യൻ മുസ്ലിമീങ്ങളിലും അങ്ങനെ ഓരോ രംഗത്തും ഉപരോധിക്കപ്പെട്ടവന്റെ വേദന 4 ദിവസം വീട്ടിലിരുന്നപ്പോഴേക്കും നമുക്ക് ബോധ്യപ്പെട്ടു. ഭക്ഷണത്തിന്റെ വില നമുക്ക് മനസ്സിലായി. കടകൾ അടച്ചിടുന്നു പേടിച്ചപ്പോ ഞാനടക്കം സാധനം വാങ്ങി വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ദാ സൂക്ഷിച്ചുപയോഗിക്കണം. എല്ലാം അടച്ചിടുകയാണ്. ഭക്ഷണത്തിന്റെ വില നമുക്ക് മനസ്സിലായി, കുടുംബത്തിന്റെ വില നമുക്ക് മനസ്സിലായി. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ ഫോൺ വിളിച്ചു. പറഞ്ഞു ഉസ്താദെ 2.5 കൊല്ലമായിട്ട് ഞാൻ വിദേശിയാ, ഞാൻ പ്രവാസിയാ. ഈ 2.5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് 20 തവണ പോലും ഞാൻ എന്റെ ഉമ്മാനെയും ഉപ്പാനെയും ഫോൺ വിളിച്ചിട്ടില്ല. എന്റെ അനിയന്മാരുടെ അവസ്ഥ എന്താന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യയും ഗൾഫിലായിരുന്നു. നല്ല ജോലി, നല്ല സമ്പാദ്യം. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളുടെ വിദ്യാഭ്യാസവും എന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന് വിചാരിച്ച് കഷ്ടപ്പെടാൻ തുടങ്ങി. ഇന്നേക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ട് കൊറോണ കാരണം നാട്ടിലേക്ക് വിമാനം കയറി. ഞാൻ നാട്ടിലേക്ക് വിമാനം കയറുന്നുണ്ട് എന്നറിഞ്ഞപ്പോ എന്റെ 72 വയസ്സുള്ള എന്റെ ഉപ്പ എനിക്ക് വേണ്ടിയിട്ട് ഒരു വീട് കണ്ടെത്തി ക്വാറന്റൈൻ കിടക്കാൻ. ആ വീട്ടിൽ ഞാനും എന്റെ ഭാര്യ എന്റെ 2 മക്കളുമാ. ഇന്നേക്ക് 13 ദിവസമായി നാട്ടിലെത്തിയിട്ട് 13 ദിവസത്തിന്റെ ഇടയ്ക്ക് 100-ലധികം തവണ എന്റെ ഉപ്പയുമ്മയും എന്റെ വീട്ടിന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. ഉമ്മ വെച്ചു കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മിനിറ്റിനനുസരിച്ച് ഒരു സൈക്കിൾ മേൽ വെച്ച് ചവിട്ടി ആ വയസ്സം വാപ്പന്റെ വീട്ടിന്റെ കൊലായിൽ വെച്ച് തിരിച്ചു പോകുമ്പോ അവസാനം പേരക്കുട്ടികളെ നോക്കി കൈകാട്ടി ചിരിച്ച് നിറക്കണ്ണുകളോടെ ഇറങ്ങിപ്പോകുന്ന എന്റെ ഉപ്പാനെ കാണുമ്പോ എനിക്ക് മനസ്സിലായി ഉസ്താദെ, കുടുംബം തന്നെ നമ്മളെ കൂടെ ഉണ്ടാവുക അവസാന കാലത്ത് എന്ന്. ആ കുടുംബം ഈ ദുനിയാവിലുണ്ടായിട്ടും ആഹ്റത്തിൽ നരകായി പോകാതിരിക്കാൻ നമ്മളൊന്ന് ശ്രമിക്കണം, പരിശ്രമിക്കണം. അംഫുസക്കും വാഹിലിക്കും നാറ, സ്വന്തത്തെയും കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ. എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പലരും ഒരുപാട് പ്രയാസത്തിലാ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, കച്ചവടം തകർന്നു പോയവരുണ്ട്. നാഥാ, ഈ ഒരു പ്രയാസത്തിൽ നിന്ന് ഈ ലോകത്ത് നീ എളുപ്പം കാത്തുരക്ഷിക്കുകയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സുദിനത്തിലേക്ക് നീ ഞങ്ങളെ തിരിച്ചെത്തിക്കുകയും ചെയ്യണമേ. നാഥാ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ മുൻപോട്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് ക്ഷമയോടെ അതിനെ നേരിടാനും നീ തൃപ്തിപ്പെടുന്ന ഒരു കുടുംബമായി, നീ തൃപ്തിപ്പെടുന്ന ഒരു കുടുംബ പരമ്പരയായി നിന്റെ സ്വർഗത്തിലും ഇതേ രീതിയിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകണമേ. വിളിച്ചതിന് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തണം. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരുണ്ടാകും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നേരിൽ കാണാം. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.